വന്ന സമയത്ത് കുഞ്ഞാനെ കണ്ട സന്തോഷത്തിൽ ആ ഒരു എക്സ്പ്രഷനിൽ ഞാൻ ഓടിച്ചെന്നെടുത്തൊരു വീഡിയോ ആണത്. അതിൽ കുഞ്ഞാൻ എനിക്ക് നല്ല രീതിക്ക് മുഖവും തന്നിട്ടില്ല, എന്നോട് നല്ലോണം സംസാരിച്ചിട്ടുമില്ല. എന്നെ മാറ്റി നിർത്താനാണ് കുഞ്ഞാൻ ശ്രമിച്ചത്. അത് നിങ്ങൾക്ക് ആ വീഡിയോ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിലുള്ള ആ വീഡിയോ നിങ്ങൾക്ക് കയറി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. യൂട്യൂബിൽ ഒരാള് ഒരു പ്രതീക്ഷയില്ലാതെ ഒരു ലോട്ടറി എടുക്കുന്നു. ആ ലോട്ടറിക്ക് ഫസ്റ്റ് പ്രൈസ് അയാൾക്ക് തന്നെ അടിക്കുന്നു. ഇങ്ങനെ അടിക്കുന്ന സമയത്ത് നമ്മളെല്ലാം പറയും, മീയോ അവന് മുടിഞ്ഞ ഭാഗ്യമോ, അവന്റെ തല വരച്ച വര എന്ന് നമ്മളെല്ലാരും പറയും. പക്ഷെ ഇവിടെ ഒരാൾക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചതോടെ അയാളുടെ കഷ്ടകാലം കണ്ടകശനി അവിടെ തുടങ്ങി എന്നുള്ളതാണ് സംഭവം എന്തെന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് പാണ്ടിക്കാട് കുഞ്ഞാൻ ഒരു നറുക്കെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ നറുക്കെടുപ്പ് നാസർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട് അദ്ദേഹത്തിന്റെ മകന്റെ സുഹൃത്തിന് ലഭിച്ചു എന്നൊരു അലിഗേഷൻ വളരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകന്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ മകന്റെ കൂട്ടുകാരനാണ് പ്രൈസ് അടിച്ചത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് കേട്ടു നോക്കാം. സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ചുരുക്കി പറയാം. അറിയാത്തവർ ഈ യൂണിവേഴ്സിറ്റി കുറവായിരിക്കും. പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറയുന്ന ആള് ചാരിറ്റി ബേസിൽ ഒരു പ്രവർത്തനം ചെയ്യുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ ഒരാൾ ഭയങ്കര നല്ല നിലയിൽ നിന്നു. അദ്ദേഹം വീടും കൂടും കാറും ബൈക്കും ഒക്കെ ഉണ്ടാക്കുന്നു. അങ്ങനെ സമയത്ത് ഇദ്ദേഹം സാമ്പത്തികമായി താറുമാറായ സമയത്ത് ഇദ്ദേഹത്തിന്റെ വീടും സ്ഥാപന രംഗമോ വസ്തുക്കളും എല്ലാം വിൽക്കാൻ തീരുമാനിക്കുന്നു. വിൽക്കുന്നത് എങ്ങനെയാ? 1000 രൂപയുടെ ഒരു ലോട്ടറി നിങ്ങൾ എടുക്കുക. ആ ലോട്ടറി നമ്മൾ നറുക്കെടുത്ത് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവന് വീട്, സെക്കൻഡ് പ്രൈസ് കിട്ടുന്നവന് ജിമ്നി, തേർഡ് പ്രൈസ് കിട്ടുന്നവന് ബുള്ളറ്റ്, ഫോർത്ത് പ്രൈസ് കിട്ടുന്നവന് സ്കൂട്ടി, പിന്നെ 5-6 പേർക്ക് ഗോൾഡ് സമ്മാനം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു നറുക്കെടുപ്പ് അങ്ങോട്ട് നടത്തി. ഈ നറുക്കെടുപ്പിൽ 8000 ടിക്കറ്റ് വിറ്റു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. പക്ഷേ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിശദാംശങ്ങൾ കിട്ടും. അതിന് സാധനങ്ങൾ ഇവർ വിറ്റിട്ടുണ്ട്. ഈ നറുക്കെടുപ്പിന്റെ സമയത്ത് ഇവർ അടിയിൽ കൂടെ മുങ്ങിത്തപ്പി ഒരു ടിക്കറ്റ് എടുത്തു. ഈ മുങ്ങിത്തപ്പലിൽ തന്നെ ഒരു പന്തികേട് ജനങ്ങൾക്ക് ഫീൽ ചെയ്തു. ഫസ്റ്റ് പ്രൈസ് അടിച്ചത് ഈ വീട് കൊടുക്കുന്ന ആളുടെ മകന്റെ സുഹൃത്തിന്, സെക്കൻഡ് പ്രൈസ് അടിച്ചത് അതിന്റെ സംഘാടകനായിട്ട് കൂടെ തന്നെ നിന്ന ചങ്കിടിപ്പായ പുള്ളിക്കാരൻ്റെ അളിയന്, തേർഡ് പ്രൈസ് അടിച്ചത് ആ കൂട്ടത്തിൽ തന്നെ നിൽക്കുന്ന ഒരു ഇതിന് ബുള്ളറ്റ്. ഇനി ഫോർത്തും ഫിഫ്ത്തും ഒന്നും എന്താണെന്ന് നമുക്കറിയത്തില്ല. ടോട്ടലി ഈ പരിപാടി മൊത്തത്തിൽ ഉടായ്പാണ് എന്നുള്ള രീതിയിലാണ് ജനങ്ങൾക്കെല്ലാം മനസ്സിലായത്. പക്ഷേ സംഘാടകർ നമ്മുടെ കൈ ശുദ്ധമാണ് എന്ന് രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളെന്ന് പറയുന്നത് നാസർ എന്ന് പറഞ്ഞ ഈ വീട് കൊടുത്ത് അദ്ദേഹത്തിന്റെ മകന്റെ സുഹൃത്ത്, അതായത് നാസർ എന്ന് പറയുന്ന ആളുടെ മകന്റെ സുഹൃത്തിനാണ് കിട്ടിയത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ 2-3 തവണ പ്ലേ ചെയ്താൽ ഒന്നും പ്ലേ ചെയ്യാം, എന്നാൽ ഇതങ്ങോട്ട് കംപ്ലീറ്റ് ആവത്തുള്ളൂ. എന്താണ് രണ്ടാളും ചെറിയാക്കിയ നിങ്ങള്? ഇതാണ് ഞാൻ പറഞ്ഞ മൂന്നാമത്തെ തെളിവ്. എന്താ വെച്ചാല് പാണ്ടിക്കാട് കുഞ്ഞാനും നാസറിന്റെ മകൻ അൻവറും. ഈ അൻവറിനൊക്കെ കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിലൊക്കെ ഉണ്ട്, കണ്ടവർക്ക് മനസ്സിലാവും. ആ അൻവറിനെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ അൻവർ അദ്ദേഹത്തിന്റെ ചാനലിൽ വന്നിട്ട് ഒരു കിടുക്കച്ച എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. ആ എക്സ്പ്ലനേഷൻ നമുക്ക് കേട്ട് ഒന്ന് റിയാക്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ വീടിന്റെ ആളുടെ ഫ്രണ്ടിനെയാണ് നമ്മൾ പറയുന്നത്. കുറച്ചും കൂടി ലളിതമായിട്ട് പറഞ്ഞാൽ വീട് കൊടുത്ത ആളുടെ മകന്റെ വീഡിയോ. ഓക്കെ, നമുക്കപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത് ഒന്ന് കേട്ട് നോക്കാം. കണ്ടുവരുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് എന്റെ നാട്ടിൽ സംഭവിച്ച ചെതലയം എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ സുഹൃത്തുക്കളായ 2 പേരെടുത്ത കൂപ്പൺ നറുക്കടിക്കുകയും അതിൽ ഫസ്റ്റ് നറുക്ക് തന്നെ വീഴുകയും അത് കിട്ടിയ ആളുകളെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് യൂട്യൂബ് ചാനലുകളിലും ഫേസ്ബുക്ക് പേജുകളിലും ഇട്ട് വളരെ രൂക്ഷമായിട്ട് ഉപദ്രവിക്കുന്ന കാഴ്ചകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആൾക്കാർ ഉപദ്രവിക്കാനുള്ള കാരണം കൂടെ നമ്മൾ പറയണം. അതായത് പരിപാടി നടത്തിയ സംഘാടകന്റെ സ്വന്തക്കാരനും ബന്ധുക്കാരനും ഒക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട സമ്മാനങ്ങളെല്ലാം കിട്ടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ പക്ഷത്തു നിന്നും വിമർശനങ്ങൾ വരും. അതോടൊപ്പം സംശയങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവരുടെ നറുക്കെടുപ്പും ഇവരുടെ ചീട്ടിന്റെ എണ്ണവും ഇവരുടെ സകല പരിപാടികളും ഒരു തട്ടിക്കൂട്ട് അല്ലെങ്കിൽ നാട്ടുകാരെ പറ്റിക്കണം എന്ന ലക്ഷ്യത്തോടെ ചെയ്ത പോലെയാണ് തോന്നിയത്. ഇവർ പറ്റിച്ചോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷേ ഇവർ പറ്റിച്ചില്ല എന്നുള്ള കാര്യത്തിന് നമുക്ക് ഒരു ഉറപ്പുമില്ല. ഇവര് കാണിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോഴത്തേനും പറ്റിക്കപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ കണക്ക് പ്രകാരം കുറഞ്ഞത് ഒരു 8000 പേരെ ഇവർ പറ്റിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ ലോട്ടറിയുടെ ഒരു അളവുകോലൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും ഒരു 10-25,000 പേരെങ്കിലും ഇവർ പറ്റിച്ചിട്ടുണ്ട്. പുള്ളിക്കാരന് പറയാവുന്ന ബാക്കിയേക്കാം. പുള്ളിക്കാരൻ എന്തിനാണ് ഈ ടിക്കറ്റ് ഒക്കെ എടുത്തത്, ഇങ്ങനെ ഒക്കെ ചെയ്തത് എന്നുള്ള കാര്യം അധികം ഇദ്ദേഹം അച്ഛൻ തന്നെയാണോ, എന്താണ് ബന്ധം എല്ലാം നമുക്ക് കേൾക്കാം. യൂട്യൂബിൽ കമന്റുകളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നാസർ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് നിനക്ക് എന്താണ് ബന്ധം? നിനക്ക് എങ്ങനെയാണ് ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം? നീ എങ്ങനെയാണ് ഈ വ്യക്തിയുമായിട്ടുള്ള നിന്റെ കണക്ഷൻ എന്താണ്, അടുപ്പം എന്താണ്? ഫൈസൽ ചെറുവാടി എന്ന് പറയുന്ന വ്യക്തി ഇതിന്റെ സത്യാവസ്ഥകളും കാര്യങ്ങളും ഒന്നും അറിയാതെ പല വീഡിയോസും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും അദ്ദേഹം യൂട്യൂബിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറയണേ.
ഈ ഫൈസൽ ചെറുവാടി എന്ന് പറയുന്ന വ്യക്തി കാര്യത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വ്യക്തമായി അറിയാതെ പലതരത്തിലുള്ള റൂമറുകളാണ് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് കണ്ട് അത് സംബന്ധമായിട്ട് പല യൂട്യൂബേഴ്സും പല രീതിയിലുള്ള കണ്ടന്റുകളായിട്ട് അവരും ചെയ്യുന്നു. അവർ ചെയ്തോട്ട് പ്രശ്നമില്ല. അവര് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയാത്തത് കൊണ്ടായിരിക്കാം ചെയ്യുന്നത്. ഇനി ഈ വീഡിയോ ഏത് രീതിയിൽ ആണ് പുറത്തേക്ക് വരിക എന്നുള്ളതൊന്നും എനിക്കറിയില്ല. സ്വാഭാവികമായിട്ടും ഈ വീഡിയോയും വളരെ മോശമായ രീതിയിൽ തന്നെ പുറത്തേക്ക് വരാൻ സാധ്യതയുള്ളൂ. കാരണം പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെയാണ്. പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങൾ ജെനുവിൻ ആണ് എങ്കിൽ പോലും ഇത് സംശയാസ്പദമായ രീതിയിൽ മാത്രമേ ജനങ്ങൾ എടുക്കാൻ സാധ്യതയുള്ളൂ. കാരണം നമ്മൾ എങ്ങനെ ന്യായീകരിച്ചാലും പരിപാടി നടത്തിയ ഞാൻ എൻ്റെ വീട് കൊടുക്കുന്നു, എൻ്റെ വീട് കിട്ടിയത് എൻ്റെ മകൻ്റെ സ്വന്തം കൂട്ടുകാരന്. ഈ കൂട്ടുകാരൻ വന്നിട്ട് പറയുന്നു എനിക്ക് വീട് വേണ്ട, ചാരിറ്റിയുടെ ബേസിൽ നിങ്ങൾ തന്നെ തിരിച്ചു വെച്ചു എന്ന് പറയുന്നു. ഇതിനെ നമ്മൾ എങ്ങനെയൊക്കെ വട്ടത്തിലും നീളത്തിലും ന്യായീകരിച്ചാലും നിങ്ങൾ പറയുന്ന സാധനം നെഗറ്റീവായിട്ടേ വരത്തുള്ളൂ. നമുക്ക് ബാക്കിയും കൂടെ കേട്ടിട്ട് നമുക്ക് നന്നായിട്ട് വിമർശിക്കാം. നാസർ എന്ന വ്യക്തി എന്റെ സ്വന്തം ഉപ്പ തന്നെയാണ്. ആ ചോര തന്നെയാണ് എന്റെ ഞരമ്പിൽ ഓടുന്നത്. പക്ഷെ ആ ബന്ധം 25 വർഷങ്ങൾക്ക് മുമ്പ് മുറിച്ചിട്ട ബന്ധമാണ്. ഇതാണ് അവർ തമ്മിലുള്ള ബന്ധം. അതായത് ഈ നാസർ എന്ന് പറഞ്ഞ വീട് കൊടുത്ത ആള് പാണ്ടിക്കാട് കുഞ്ഞൻ പ്രൊമോഷൻ ചെയ്ത് വീട് കൊടുത്ത ആള് ഇദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെയാണെന്ന് ഇദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ സുഹൃത്തിനാണ് ഈ വീട് അടിച്ചത്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറയുന്നത് അച്ഛൻ ഇപ്പൊ അമ്മയുമായിട്ട് ബന്ധമില്ല, 25-30 വർഷത്തോളമായിട്ട് അച്ഛനും അമ്മയും പിരിഞ്ഞ് ജീവിക്കുന്നു. ഇങ്ങനെ കുറെ കോൺട്രവേഴ്സികളും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇതേ സാധനം നമ്മൾ സെക്കൻഡ് പ്രൈസ് ജിമിനി അടിച്ച ആളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അളിയനാണ് അവിടെ നറുക്കെടുപ്പിന്റെ കൂടെ നിന്നത്. പക്ഷെ ഇദ്ദേഹം പറയുന്നത് വൈഫുമായിട്ട് വേറെ പിരിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ ഇതെല്ലാം എല്ലാവരും പറയുന്ന കഥകൾ ഒരേപോലെ ഇരിക്കുന്നു. അതായത് വേറെ ആർക്കും അടിച്ചില്ല. എല്ലാം നമ്മുടെ കുടുംബക്കാർക്കും ബന്ധുക്കാർക്കും സ്വന്തക്കാർക്കും ഡൈവേഴ്സ് ആയവർക്കും മാത്രമേ അടിച്ചുള്ളൂ. ഇതിനകത്താണ് പല ആളുകൾക്കും സംശയം തോന്നുന്നത്. ഇപ്പൊ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ജെനുവിനായിട്ട് തന്നെ കേട്ടോ തോന്നുന്നത്. ഇദ്ദേഹം സത്യസന്ധമായിട്ട് ചെയ്ത പോലെ തോന്നുന്നത്. പക്ഷെ നമുക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവില്ല. അത് 25 വർഷങ്ങൾക്ക് മുമ്പ് അത് നിന്നുപോയൊരു കാര്യമാണ്. 25 വർഷത്തിന് ശേഷം ഈ നാസർ എന്ന് പറയുന്ന എൻ്റെ ഉപ്പ എന്ന് പറയുന്ന ഈ വ്യക്തി എൻ്റെ ഉമ്മയെ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ഈ നാസർ എന്ന വ്യക്തിയുമായിട്ട് എനിക്ക് നേരിട്ട് യാതൊരു രീതിയിലുള്ള കോണ്ടാക്റ്റോ കാര്യങ്ങളോ എനിക്കില്ല, ഉണ്ടായിട്ടുമില്ല. അപ്പോൾ 25 വർഷം കഴിഞ്ഞിട്ട് ഇദ്ദേഹമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇദ്ദേഹം ആകെ വന്നിട്ടുള്ളത് ഈ മകന്റെ കല്യാണത്തിന് വന്ന് മുഖം കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കൂട്ടുകാർക്കൊക്കെ അറിയാം ഇത് ഈ പുള്ളിക്കാരന്റെ അച്ഛൻ തന്നെയാണെന്ന്. കാലങ്ങൾക്ക് ശേഷം കാണുന്നു അദ്ദേഹം സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിൽ നിൽക്കുന്നു. ഒരു പാവപ്പെട്ട ദുർബലനായ ആളെ സഹായിക്കുക എന്നൊരു ഉദ്ദേശത്തോടെ ഇവരൊരു 13 കൂപ്പൺ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്നെടുക്കുന്നു. ഈ പുള്ളിക്കാരൻ ലോറിയിൽ ഓടാൻ പോകുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം ഇപ്പോ ഇദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കും ഒന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം കള്ളത്തരം കാണിച്ചവനാണേ എന്നൊരു പേര് വന്നിട്ടുണ്ട്. ബാക്കിയോടെ പറയട്ടെ. അതിനുശേഷം ഈ പറഞ്ഞ വ്യക്തിയെ ഞാൻ കാണുന്നത് കെ എൽ ബിജു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലിലാണ് പിന്നെ ഞാൻ ഈ മനുഷ്യനെ കാണുന്നത്. വളരെ സാമ്പത്തികമായിട്ട് ഞെരുക്കത്തിൽ കുടുങ്ങി സ്വന്തം വീടും സ്വന്തം കയ്യിലുള്ള അധ്വാനിച്ചുണ്ടാക്കിയ വീടും സ്ഥലവും പോകുന്ന രീതിയിൽ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ ആ വീഡിയോ കണ്ടിട്ടാണ് ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുകയും എനിക്ക് കൂപ്പൺ വേണം, അതുപോലെ തന്നെ എന്റെ നാട്ടിലുള്ളവരെ കൊണ്ട് ഞാൻ മാക്സിമം കൂപ്പൺ എടുപ്പിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയും ചെയ്തത്. എനിക്ക് കൂപ്പൺ വേണം, എന്റെ നാട്ടിലുള്ളവരെ കൊണ്ട് ഞാൻ ഈ കൂപ്പൺ എടുപ്പിക്കാം, ഞാൻ സഹായിക്കാന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാ? പാവപ്പെട്ട ഒരു മനുഷ്യൻ കടത്തിൽ മൊത്തം മുങ്ങി നിൽക്കുന്നു, അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഈ രക്ഷിക്കുന്ന മനുഷ്യനാരാ? നമ്മളെ സ്വന്തം വാപ്പ. ഈ വാപ്പയായിട്ടുള്ള ബന്ധം 25 വർഷം മുമ്പ് നമ്മൾ വിച്ഛേദിച്ചിട്ടുണ്ട്. പക്ഷെ വാപ്പയുടെ ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടപ്പോഴത്തേനും നമ്മൾ രക്ഷിക്കാന്ന് വിചാരിച്ചു. ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത്? വീടിന്റെ മൊത്തം സാമ്പത്തികം നോക്കുന്ന, അല്ലെങ്കിൽ വീടിന്റെ ഒറ്റ ഒരു സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് ഇദ്ദേഹം ഒറ്റയ്ക്കാണ്. ഇങ്ങനെ ആകാനുള്ള കാരണം നമ്മുടെ വാപ്പാനാണ്. എന്നാലും പുള്ളിക്കാരൻ അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആർക്കും ഇതുവരെ സംശയങ്ങളൊന്നുമില്ലല്ലോ. ബാക്കി പറ. അത് ഒരു മനുഷ്യത്വം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത്. ഒരു മനുഷ്യനെ സഹായിക്കാൻ. നിങ്ങൾക്കറിയാം, ഞാൻ എന്നെ അറിയുന്ന അപ്പോൾ മനുഷ്യത്വത്തിന്റെ പേരിലാണ് അദ്ദേഹം ചെയ്തത്. ആ മനുഷ്യത്വത്വം നിങ്ങൾ ചെയ്ത ആള് മാറിപ്പോയെന്നുള്ളതാണ് പ്രശ്നം. ഈ സാധനം ഒരിക്കലും താങ്കളുടെ വാപ്പയോ അല്ലെങ്കിൽ ഏതോ ഒരു സ്ട്രേഞ്ചറോ സഹായിച്ചത് തീർച്ചയായിട്ടും തെറ്റില്ല. താങ്കളുടെ കൂട്ടുകാരെ ടിക്കറ്റ് എടുത്തത് തെറ്റല്ല. താങ്കളുടെ കൂട്ടുകാരൻ അതിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചതും തെറ്റല്ല. പക്ഷെ ഇതിനകത്ത് തെറ്റെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തല്ല തെറ്റ്. ഈ പാണ്ടിക്കാട് കുഞ്ഞാനും നാസറും ചെയ്ത ഭാഗത്താണ് തെറ്റ്. അവർ ലോട്ടറി തിരഞ്ഞെടുത്തത് സംശയം തോന്നിക്കുന്ന തരത്തിലാണ് അവർ നറുക്കെടുപ്പ് നടത്തിയത്. ആ നറുക്കെടുപ്പിൽ സമ്മാനം കിട്ടിയ എല്ലാവരും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ആളുകൾക്ക് തന്നെയാണ് ഈ നറുക്കെടുപ്പിൽ സമ്മാനം കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ബന്ധം നോക്കുമ്പോഴത്തേനും ഫസ്റ്റ് പ്രൈസ് ഓക്കെ, നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കിട്ടി. നിങ്ങളെ ആ മകന്റെ
ഫ്രണ്ടിന് കിട്ടി. സെക്കൻഡ് പ്രൈസ് അവിടെ നിൽക്കുന്നവന്റെ അളിയന് കിട്ടി. തേർഡ് പ്രൈസ് അവിടെ നിൽക്കുന്നവന് തിരിഞ്ഞ് കിട്ടി. ഇങ്ങനെ വരുമ്പോഴത്തേനും ആൾക്കാർ സംശയത്തിന്റെ നിഴലിൽ കൂടെ മാത്രമേ നിങ്ങളെ കാണത്തുള്ളൂ. അതിനകത്ത് ഒരു സംശയമില്ല. ഇതിനിപ്പോൾ നിങ്ങൾ തെളിയിക്കണമെങ്കിൽ നിങ്ങൾ നേരെ പോവുക, പോലീസ് കംപ്ലൈന്റ് കൊടുക്കുക. കൂപ്പൺ എടുത്ത് ഇത് ഫേക്ക് ആണോ എന്ന് എനിക്ക് സംശയം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊരു കംപ്ലൈന്റ് കൊടുക്കുക, അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് വരുന്ന പറഞ്ഞ കംപ്ലൈന്റ് കൊടുക്കുക. അല്ലാതെ ഇതിനകത്ത് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എല്ലാവരും എൻ്റെ കൈ ശുദ്ധമാണ്, എൻ്റെ കൈ വെളുപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ശുദ്ധമല്ലാത്ത രീതിയിലാണ് എന്ന് ജനങ്ങൾക്ക് തോന്നിക്കുന്ന രീതിയിലാണ് എല്ലാവരും അതിനകത്ത് പ്രവർത്തിച്ചിരിക്കുന്നത്. ഞാൻ അവരുടെ ഒരു ഗ്രൂപ്പിലേക്ക് എന്നെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 4 ടിക്കറ്റ് ഞാൻ ആദ്യം എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി, ദുബായിലുള്ള ഒരു സുഹൃത്തിന് വേണ്ടി, അവരുടെ പെങ്ങന്മാരുടെ പേരിൽ 4 ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. അതിനുശേഷമാണ് ഞാൻ എന്താക്കിയത്, 13 ടിക്കറ്റ് ഞാൻ എടുത്തത്. 13 ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഞങ്ങളെ ഈ ലോറി ഓടി ഇതിന്റെ ഫസ്റ്റ് വരുമാനം കിട്ടിയ 13,000 രൂപ. നിങ്ങൾക്കറിയാം, ഞാൻ ആ 13 ടിക്കറ്റിൽ ഒരു ടിക്കറ്റിനാണ് ഇവർക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾ അങ്ങനെ ഒരു ചാരിറ്റി ചെയ്തതും തെറ്റില്ല. ഈ 13,000 രൂപ ലോറി ഓടിക്കിട്ടി വണ്ടിയുടെ അടവ് പോലും വേണ്ടെന്ന് വെച്ചിട്ട് 13,000 രൂപ ഒരാളെ സഹായിക്കാനായിട്ട് കൊടുത്തു. പക്ഷേ ആ സഹായിച്ച ആൾ ആരാണ്? അതിന് പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അടിച്ചു നോക്ക്. നിങ്ങൾക്ക് തന്നെ അടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് നിങ്ങൾക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്കപ്പോൾ ആ നറുക്ക് ആ പണം നിങ്ങൾക്ക് അല്ലാതെ കൊടുക്കായിരുന്നു, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പേരിൽ എടുക്കായിരുന്നു. ഈ സ്വന്തം സുഹൃത്തിനെ കൊണ്ടും ബന്ധുവിനെ കൊണ്ടും ഒക്കെ എടുപ്പിച്ച് അത് അടിച്ചതാണ് പ്രശ്നം. നിങ്ങൾക്ക് അടിച്ചതല്ല പ്രശ്നം. നിങ്ങൾക്ക് അടിച്ച ഈ ഒരു സ്ട്രാറ്റജിയിലാണ് അവിടെ നിന്ന് എല്ലാവർക്കും പ്രൈസ് അടിച്ചത്. ഇവർ കൊടുത്ത പ്രൈസ് എല്ലാം അടിച്ചത് അങ്ങനെ തന്നെ. അതിനകത്തൊക്കെയാണ് സംശയം ഉണ്ടായത്. നിങ്ങളെ അല്ല സംശയിക്കുന്നത്. ഈ പാണ്ടിക്കാട് കുഞ്ഞാനെ ഈ നിങ്ങളുടെ വീട് കൊടുത്ത ആളെയാണ് നമ്മൾ സംശയിക്കുന്നത്. ആ സംശയത്തിന്റെ ആഴം വേരുകൾ ഉറപ്പിക്കുന്നത് താങ്കൾ അദ്ദേഹവുമായിട്ടുള്ള ബന്ധവും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. ഇന്റർലോക്കിന്റെ വർക്കാണ്. ചെതലയത്തിൽ നിന്നും ഞങ്ങൾ കാലി വന്ന് ബാംഗ്ലൂർ വന്ന് അവിടുന്ന് ഇന്റർലോക്കിന്റെ കല്ലെടുത്ത് ബാംഗ്ലൂർ നാച്ചുറൽ സ്റ്റോൺ എടുത്ത് തിരിച്ച് ഞങ്ങൾ നാട്ടിൽ കൊണ്ട് ഇറക്കി. ആ പൈസ കിട്ടി, ക്യാഷ് ആയിട്ട് എന്റെ കയ്യിൽ കിട്ടി. ആ പൈസ എന്നുള്ള രൂപ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് തീരുമാനിച്ച് മാറ്റി വെച്ചിട്ടാണ് ഈ വ്യക്തിക്ക് ഞങ്ങൾ കൊടുക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ എന്റെ കൂട്ടുകാർ എന്നെ വിശ്വസിച്ചിട്ടാണ് ആ പൈസ കൊടുത്തതും. അങ്ങനെ തന്നെ വേണം. വിശ്വസിച്ച് പൈസ കൊടുത്തവൻ ഇപ്പൊ ബെയറില്ല. അതായത് ഒരാള് ഭാഗ്യം പരിശോധിക്കണം. ഇപ്പൊ ഞാനൊക്കെ എത്ര ലോട്ടറി എടുത്തെന്ന് പറഞ്ഞാലും അടിക്കത്തില്ലെന്ന് മാത്രമല്ല, നറുക്കെടുത്ത് കഴിയുമ്പോഴത്തേനും നിനക്ക് അടിച്ച് നീ 10 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കണമെന്ന് പറയുന്ന ഭാഗ്യമുള്ളവനാണ് ഞാൻ. അതേ ഭാഗ്യത്തുള്ളവരാണ് ഇദ്ദേഹം ഒരാളെ സഹായിക്കുന്നു, സഹായിച്ചതിന്റെ പ്രകാരം ഇയാൾക്ക് ലോട്ടറി അടിക്കുന്നു. ലോട്ടറി അടിച്ചതായിട്ട് ബന്ധപ്പെട്ട് ഇയാൾ കഷ്ടകാലം കുഴിയിൽ പോയി വീഴുന്നു. ഈ വീട് തിരിച്ചു കൊടുക്കാൻ ധാരണയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണ്ട, ഇക്കാരന് തിരിച്ചു വെച്ചോ എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ കുറച്ചും കൂടെ നമ്മുടെ എല്ലാവർക്കും ഭയങ്കര ക്ലീൻ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ബാക്കി പറ. നിങ്ങളെ പറ്റിച്ചത് കൂപ്പൺ എടുത്ത് സഹായിച്ചതാണ് ഞങ്ങൾ ചെയ്തിട്ട്. ഇതേപോലെ 8000 സംതിങ് ആളുകൾ എടുത്തിട്ടുള്ള അതേപോലെ തന്നെ കൂപ്പൺ എടുത്ത വ്യക്തികളാണ് ഞങ്ങളും. നറുക്കെടുത്തതിന് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നറുക്കെടുത്തവരുമായിട്ട് അവരെ ഫേസും അവരെ ബാക്കിയുള്ള കാര്യങ്ങളും വെച്ച് നിങ്ങൾ വീഡിയോ ചെയ്യുക. അവരെ കാര്യങ്ങളായിട്ട് നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കുക. അല്ലാതെ ഞങ്ങളെ പോലെയുള്ള വ്യക്തികളെ വെച്ചിട്ട് ഞങ്ങളെ പോലെ അന്നത്തെ ജീവിതത്തിനും വേണ്ടിയിട്ട് നെട്ടോട്ടോടുന്ന 1000 രൂപ കൂലി എനിക്കുള്ള ഒരു ദിവസം. ഞങ്ങളെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കരുതെന്ന് പറയുന്നത്, കണ്ടന്റ് ഉണ്ടാക്കാൻ പാടില്ലെങ്കിൽ ഇമാതിരി പള്ളിയിലൊന്നും പോയി ചാടാതിരിക്കണമായിരുന്നു. ഇത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ പോയി ചാടിക്കൊടുത്ത പള്ളിയാണിത്. എനിക്ക് ഇദ്ദേഹത്തിന്റെ സംസാരം കേട്ടിട്ട് ഇദ്ദേഹം ഒരു ഫ്രോഡാണെന്നോ ഇദ്ദേഹം പറയുന്നത് തെറ്റാണെന്നോ തോന്നുന്നില്ല. എന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തെളിയുകയാണെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്തോ. നമ്മളിവിടെ വന്ന് വീഡിയോ ഇട്ട ഹൈദർ വന്ന് എന്നെ കാണും, ഇവിടെ വന്ന് തിരക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ ഇദ്ദേഹത്തിനെ പരമാവധി ന്യായീകരിക്കുന്നുണ്ട്. എന്നാലും ഈ ഒരു നറുക്കെടുപ്പ് ചോദ്യചിഹ്നത്തിന്റെ നിഴലിൽ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതിനകത്ത് എന്തൊക്കെയോ ചില തിരിമറികൾ നടന്നിട്ടുണ്ട്, അത് ഉറപ്പാണ്. ഇതാണ് അഷ്കർട്ടയ്ക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്നിട്ട് ഇതൊരു വലിയ മേഖലയാവും, ഇതിനകത്ത് ഇങ്ങനെ പലതരത്തിലുള്ള ഉടായ്പകൾ നടക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അത് വളരെ ശരിയായി. ഇതുകൊണ്ടാണ് ലീഗലായിട്ടല്ലാതെ സാധനങ്ങളൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ഇതുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ലോട്ടറി ഇവിടെ നിരോധിച്ചിരിക്കുന്നത്. ഇത്തരം നിങ്ങൾക്കൊരു പാവപ്പെട്ടവനെ സഹായിക്കണോ, കൊണ്ട് പൈസ ആയിട്ട് കൊടുക്കുക. ഇമാതിരി ലോട്ടറി കുന്തം കുറച്ചക്രത്തിനകത്തൊന്നും ഇടാതിരിക്കുക. ഇങ്ങനത്തെ ഒരു സാധനം നമ്മുടെ നാട്ടിൽ ഇല്ലീഗലാണ്. ഇതിനെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. ഇത്രയും കണ്ടതിന് ശേഷം ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഇദ്ദേഹം ജെനുവിനായിട്ട് തോന്നുന്നോ ഇല്ലയോ എന്നുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തുക. എനിക്ക് ഇദ്ദേഹം പറയുന്നതൊക്കെ ശരിയായിരിക്കും തോന്നുന്നു. ഇനി ഓസ്കാർ കൊടുക്കേണ്ടി വരുമോ എന്നറിയില്ല. പോകെ കാണാം. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കണം. മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.